കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ. കാരണം അത് ആദ്യമായി ബി ജെ പിക്ക് ഒരു MP നേടിയ സ്ഥലമാണ്. അവിടെ ഇപ്പോൾ CPMന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ പല നിർണായക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതെന്തെല്ലാമാണ്? അതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് അവർ പറയുന്നത് 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ വോട്ട് ചോർച്ചയെക്കുറിച്ചാണ് അവർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാ സംസ്ഥാന സമ്മേളനത്തിലും ആദ്യം പ്രവർത്തന ചോർന്നിട്ടുണ്ടോ? അപ്പോൾ അവർ പറയുന്ന 16,000 20,000 വോട്ട് സുരേഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടതെന്നാണ് മുൻകണക്കുകൾ. പക്ഷേ ഇത്തവണ അവർ വേറൊരു കാര്യം സമ്മതിച്ചു കേട്ടോ. വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ഈ ഫലപ്രഖ്യാപനം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടുമല്ലോ, അതിലെ വിലയിരുത്തലിൽ തന്നെ പറഞ്ഞു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത് തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു പക്ഷേ ലീഗിൻ്റെ മണ്ഡലങ്ങൾ നമുക്കങ്ങ് മാറ്റിവെക്കാം. അവിടെ എല്ലാം തന്നെ ലീഗിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഇത് ഇവർ ഭയക്കുന്ന എന്താണെന്നറിയാമോ? ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് ചോർച്ച തുടരും, എങ്ങനെ ചോർന്നട അത് തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പാർട്ടിക്ക് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അത് വോട്ട് ചോർച്ച തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. പിന്നെ BJP നല്ലൊരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDF മാറി UDF അധികാരത്തിൽ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലും ഉണ്ട്. ഇത് എങ്ങനെ ഏത് തരത്തിൽ അവരുടെ മോഹം ഇല്ലാതാക്കിക്കൊണ്ട് കുതന്ത്രങ്ങൾ മെനയാം എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് CPM വളരെ ഗൗരവത്തോടുകൂടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്, അതിനുവേണ്ടി കണ്ടെത്തിയതല്ല, പ്രധാനമായിട്ടും ഈഴവ വോട്ടുകൾ ചോർന്നു എന്നാണ് പറയുന്നത്. അത് തൃശ്ശൂരിലെ CPMന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴാണ് ആ വിവരം പറയുന്നത്. അതായത് പുതിയതായി ചേർത്തവരെ കുറിച്ച് പോലും ഇവർക്ക് വേണ്ട തരത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി. പിന്നെ യുവാക്കളുടെ വോട്ട് സുരേഷ് ഗോപിയിലേക്ക് പോയി. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ വോട്ടും സുരേഷ് ഗോപിയിലേക്ക് പോയി, സ്ത്രീകളുടെ വോട്ടും സുരേഷ് ഗോപിക്ക് പോയി എന്നാണ് പറയുന്നത്. പിന്നെ കരുവന്നൂർ ബാങ്ക് ഇവർക്ക് അനുകൂലമായിട്ട് വന്നു BJPക്ക്. ആ വിഷയത്തിൽ സുരേഷ് ഗോപി മുൻപന്തിയിൽ നിന്നുകൊണ്ടാണ് പദയാത്ര നടത്തുക. അതിനോടൊപ്പം തന്നെ ആ വിഷയം അവർ ഉയർത്തി കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് CPMന് ഏറ്റവും വലിയ ഒരു ക്ഷീണമായിരുന്നു. ഇതേ അവസരത്തിൽ CPI അവിടെ ഏറെ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. CPIയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ സഹാക്കന്മാരെ പോലെ അത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളവരല്ല CPIയുടെ സ്ഥാനാർത്ഥികളെ. അവർ വളരെ കൃത്യമായി പോകുന്നവരാണ്. പ്രത്യേകിച്ച് VS സുനിൽകുമാറാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്നത്. 2016 കൃഷി വകുപ്പ് മന്ത്രി കൂടിയാണ്. സുനിൽകുമാറിന് അവിടെ മണ്ഡലത്തിൽ ഒരു വ്യക്തിപരമായ അടുപ്പം വോട്ടർമാരോടുണ്ടായിരുന്നു. വോട്ടർമാർക്ക് തിരിച്ച് സുനിൽകുമാറിനോടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരേറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. പിന്നെ തൃശ്ശൂരിലെ തട്ടകം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാലുണ്ടല്ലോ, അത് എത്ര വമ്പന്മാരെ തോൽപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. കരുണാകരനെ പോലും ഇരുത്തിയിട്ടില്ലേ? കരുണാകരൻ്റെ തട്ടകമാണത്. തൃശ്ശൂർ എന്ന് പറയുന്നത് കരുണാകരനെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരുകാർ പിറ്റേ ദിവസം പത്രങ്ങളിൽ കരുണാകരൻ്റെ വളരെ ദുഃഖിച്ചുള്ള ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയും, അയ്യോ ഇങ്ങനെ ഒരു ചിത്രം കാണേണ്ടി വന്ന വലിയ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല, അവിടെ ലോക്സഭയിൽ അവിടെയും തൃശ്ശൂരും തോറ്റിട്ടുണ്ട്, ലോക്സഭയിലും. അപ്പം അങ്ങനെ ആയിരുന്നുവെങ്കിൽ കരുണാകരൻ വോട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വമ്പന്മാരെയൊക്കെ വീഴ്ത്തിയിട്ടുള്ള മാള നിയമസഭാ മണ്ഡലമാണ്. അത് പിന്നെ മാളയിലെ മാണിക്യം എന്നാണ് അദ്ദേഹത്തെ അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാളയിലൊക്കെ. കരുണാകരൻ MLA ആയതിനു ശേഷം അവിടെ ഇതുകൊണ്ടുള്ള മുഖ്യമന്ത്രിയൊക്കെ ആവുകയും ചെയ്തതാണല്ലോ.
അപ്പോൾ ക്രൈസ്തവരുടെ വോട്ട്, യുവാക്കളുടെ വോട്ട്, പിന്നെ സ്ത്രീകളുടെ വോട്ട്, പുതുതായി ചേർന്ന വോട്ടർമാരെല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് പോയി എന്നാണ്. ഈ തൃശ്ശൂർ ജില്ലയിലെ ഈ മാറ്റം മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതിനോടൊപ്പം തന്നെ ഉണ്ടായല്ലോ. മാറ്റമെന്നല്ല, സമാന്തരമായിട്ട് തന്നെ നടന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഇവിടെ ആലപ്പുഴ. അവിടെ ശോഭാ സുരേന്ദ്രന് എപ്പോഴാണ് അവിടെ സ്ഥാനാർത്ഥിയായത്? മറ്റ് രണ്ടുപേരും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ശോഭാ സുരേന്ദ്രനെ ഇറക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ എപ്പോഴും അങ്ങനെ തന്നെ പാർട്ടി ചെയ്തിട്ടുള്ളൂ. പാർട്ടിയിലെ ചില ഒരു പ്രബല വിഭാഗം ശോഭയെ ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒടുവിൽ കൊണ്ടുവന്ന് അവിടെ ഇറക്കി. ശോഭാ സുരേന്ദ്രൻ മണ്ഡലം ഇളക്കി മറിച്ചു. അവിടുത്തെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടാണ് പോയത്. CPM കിട്ടേണ്ട വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രനിലേക്ക് പോയത്. വേണുഗോപാലിനും കിട്ടേണ്ട വോട്ടും ശോഭ നേടിയെന്നുള്ളതാണ്. ഏതാണ്ട് 2,99,000 3 ലക്ഷം വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ നേടി. അതിന് തൊട്ടു മുമ്പ് 19 ആറ്റിങ്ങലിൽ 2,48,000 വോട്ട് നേടിയില്ലേ? അവിടെയും പിന്നെ ഈഴവ വിഭാഗത്തിന് വലിയ സ്ട്രെങ്ത് ഉണ്ട്. അവിടെ നിന്നത് അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് മനസ്സില്ലാ മനസ്സോടെയാണ് ആറ്റിങ്ങലിൽ വന്നത്. അദ്ദേഹത്തിന് കോന്നിയാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട മണ്ഡലം എന്ന് പറയുന്നത്. കോന്നിയിൽ വലിയ വികസനമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കോന്നി മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാം. അവിടെ ആ റോഡും അതുപോലെ തന്നെ അവിടെ ചില ടൂറിസം പാക്കേജുകളും ഒക്കെ പിന്നെ അടൂർ പ്രകാശിൻ്റെ ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ചിലർ കോൺഗ്രസിനകത്തെ എങ്ങനെ അത് ഒതുക്കണമെന്നുള്ള ഒരു വിചാരം പലർക്കും ഉണ്ടല്ലോ. അതുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് നിർത്തി. എന്തായാലും ഈ ഈഴവ വിഭാഗത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായി. ഈ CPM വിലയിരുത്തുന്നത് ഈഴവ വിഭാഗം മുഴുവൻ CPM-നോട് ഒപ്പമാണ് എന്നുള്ളത്. ഇനി ഈ തുഷാർ വെള്ളാപ്പള്ളി BDJS-നെ BJP ചേർത്ത് നിർത്തിയിട്ടുണ്ട്. BJP മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈഴവ വിഭാഗത്തിൽ നിന്ന് വോട്ട് BJPക്ക് കിട്ടിയെന്ന് CPM തന്നെ പറയുന്ന സാഹചര്യത്തിൽ BJP ചെയ്യേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയെ കൂടുതൽ ചേർത്ത് നിർത്തണം. അവരിപ്പോൾ അതൃപ്തരാണ്. അവരുടെ പ്രതീക്ഷിച്ച തരത്തിലേക്ക് അവർക്ക് സ്ഥാനമൊന്നും കിട്ടിയില്ല, വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് പോരാ, എന്തെങ്കിലും സ്ഥാനം കൊടുക്കണം. നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനമെങ്കിലും തുഷാറിന് നൽകിയാൽ ഇവിടെ ഈ ഈഴവ വിഭാഗത്തെ മുഴുവൻ BJPയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ CPM കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് ഒരു കാലത്ത്. അത് മറിക്കാൻ പറ്റും. നായർ വിഭാഗത്തിൻ്റെ വോട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പിന്നെ ക്രൈസ്തവരുടെ വോട്ടും എങ്ങോട്ടാണ് ഒരു കാലം വരെ പോയിക്കൊണ്ടിരുന്നത്? UDF-ലേക്ക് തന്നെയാണ്. ഏത് ക്രൈസ്തവരുടെ ഏത് സഭയായാൽ പോലും നമ്മൾ പറയാം അതൊക്കെ കോൺഗ്രസ്സുകാരുടെ വോട്ടാണ് എന്ന് പറയും. പക്ഷേ അതിനകത്തൊക്കെ മാറ്റം വന്നു. പിന്നീട് CPM ഇവരുടെയൊക്കെ തന്നെ അമിത മുസ്ലിം പ്രീണനം കാരണം ഇവരൊക്കെ തന്നെ ഈ മറ്റ് ഹൈന്ദവ പ്രബലമായിട്ടുള്ള സമുദായങ്ങളൊക്കെ അവരിൽ നിന്ന് അകലാൻ തുടങ്ങി. അപ്പോൾ BJP പുതുതായിട്ട് കേരളത്തിൽ സ്പേസ് നേടുമ്പോൾ ഈഴവ വിഭാഗം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് കേന്ദ്ര നേതൃത്വം ഒന്നുണർന്ന് BDJS-നെയും കൂടെ കൂടുതൽ ചേർത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു വലിയ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും CPM ഭയക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.